മരുന്ന് കഴിക്കാതെ എങ്ങനെ തലകറക്കം മാറ്റാൻ സാധിക്കും? BPPV അല്ലെങ്കിൽ ബിനൈൻ പാരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടൈഗോ എന്ന അസുഖത്തിന് വേണ്ടി സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരാണ് നമ്മൾ പലരും. ഒരു ENT OPDയിൽ ചെവി സംബന്ധമായ തലകറക്കമായി വരുന്ന പേഷ്യൻസിൽ ഒരു 50% ആൾക്കാരിൽ കൂടുതൽ ഈ BPPV എന്ന അസുഖം ഉള്ളവരാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പെട്ടെന്ന് തല വെട്ടിക്കുകയോ തല തിരിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ബെഡിൽ നിന്ന് എണീക്കുക, അല്ലെങ്കിൽ ബെഡിൽ കിടന്നിടത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുകയൊക്കെ ചെയ്യുമ്പോൾ പരിസരം കിടന്ന് ചുറ്റുന്ന പോലത്തെ, അതായത് മൊത്തം കിടന്ന് കറങ്ങുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് തലകറക്കവും അതിൻ്റെ ഒപ്പം തന്നെ ഛർദി അല്ലെങ്കിൽ ഛർദ്ദിക്കാനുള്ള ഒരു സെൻസേഷനും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ഈ പറഞ്ഞ BPPV പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ, ഇന്നർ ഇയറിലാണ് നമ്മുടെ ഈ സൗണ്ട് വരുന്നത് ബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പിന്നെ നമ്മുടെ ബാലൻസിന് വേണ്ടിയിട്ടുള്ള വേറെ ഒരു അപ്പാരറ്റസും കൂടിയുള്ള ഒരു ഭാഗമാണ് ഇന്നർ ഇയർ. അപ്പോൾ ഈ ബാലൻസിന് വേണ്ടിയിട്ടുള്ള ഭാഗത്ത് ഷേപ്പിലുള്ള 3 കനാലുകളുണ്ട്. അത് ഓരോ കനാലും ഓരോ ഡയറക്ഷനിലായിട്ട് 3 ഡയറക്ഷനിൽ 3 കനാലുകളുണ്ട്. 2 ചെവിയിലും കൂടി അപ്പോൾ 6 കനാലുകളുണ്ട്. അപ്പോൾ ഈ കനാലിൻ്റെ അകത്ത് വെള്ളം പോലത്തെ ഒരു ഫ്ലൂയിഡുണ്ട്. നമ്മളിപ്പോൾ തല തിരിക്കുമ്പോൾ ഈ ഫ്ലൂയിഡിൻ്റെ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ചാണ് നമ്മുടെ തല ഏത് ഡയറക്ഷനിലോട്ടാണ് തിരിഞ്ഞിരിക്കുന്നതെന്ന് നമ്മുടെ തലച്ചോറിന് മനസ്സിലാവുക. അപ്പോൾ ഈ BPPV ഉള്ള ഒരു പേഷ്യൻറ്റിന് നമ്മുടെ ചെവിയുടെ അകത്ത് തന്നെയുള്ള ചില ക്രിസ്റ്റൽസ് ഉണ്ട്. ബാലൻസിങ്ങിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന ചില ക്രിസ്റ്റൽസ് ഉണ്ട്. ഈ ക്രിസ്റ്റൽസ് ഈ പറഞ്ഞ കനാലിൻ്റെ അകത്തേക്ക് കയറി പോകും. അങ്ങനെ അകത്തോട്ട് കയറുമ്പോൾ നമ്മൾ തല തിരിക്കുന്ന ഡയറക്ഷനിലായിരിക്കില്ല ഈ പറഞ്ഞ ഫ്ലൂയിഡ് നീങ്ങുന്നത്, ഈ കനാലിൻ്റെ അകത്ത് ഫ്ലൂയിഡ് നീങ്ങുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മൊത്തം ഈ ചുറ്റുന്ന പോലത്തെ ഒരു സെൻസേഷനും ഈ ഛർദ്ദിക്കാൻ വരുന്ന ഫീലിങ്ങും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റുമായി എൻ്റെ OPയിലോട്ട് വരുമ്പോൾ ആദ്യം തന്നെ ആ പേഷ്യൻസിനെ കൊണ്ട് പൊസിഷൻ ടെസ്റ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ ടെസ്റ്റ് വഴി ഇതിൽ ഏത് കനാലിനാണ് ഈ പ്രശ്നം ഉള്ളതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഏത് കനാലാണ് കണ്ടുപിടിച്ചതിന് ശേഷം ഓരോ കനാലിനും സ്പെസിഫിക് ആയിട്ടുള്ള പാർട്ടിക്കിൾ റീപൊസിഷൻ മാനുവൽസ്, അതായത് ഈ കയറിപ്പോയ ക്രിസ്റ്റൽസിനെ പുറത്തോട്ട് കൊണ്ടുവരാനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള മാനുവൽസ് ഉണ്ട്. അത് ചെയ്ത് നമുക്ക് പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ BPPV എന്ന അസുഖം കുറയും.